അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പിക്സൽ ലാബ്, അതായത് പിക്സൽ ലാബ് ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ലോഗോ അതും PNG ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ മറ്റ് ഫ്രണ്ട്സിനും ഇത്തരം ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ലോഗോയ്ക്ക് ആവശ്യമായ ഒരു ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പം നമുക്ക് ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈലിലെ ക്രോം ഓപ്പൺ ചെയ്യുക. ആ സൈറ്റിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ ഫോണ്ട് എന്നാണ് സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വേണമെന്നുള്ള അവിടെ നിന്ന് ഡയറക്റ്റ് കയറാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ടാബിനകത്ത് ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ഈ ഒരു എന്താ പറയുക, ആ ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫോണ്ട്സ് വരും. അപ്പം ഇതിപ്പോൾ എനിക്കുണ്ടാക്കാൻ പോകുന്ന ഫോണ്ടാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഫോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ eyesOpen എന്ന് ഈ പ്രിവ്യൂ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏത് പേരിലാണോ നമുക്ക് ആ ലോഗോ വേണ്ടത് നമ്മൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേണ്ടത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി eyesOpen എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. eyesOpen എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഈ O ക്യാപിറ്റലിൽ ഇട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു ഫോണ്ട് കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഇതിൽ പ്രിവ്യൂവിൽ കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് കുറച്ച് ഷേപ്പുകളും നമ്മളെ ഫോണ്ടിന് ഒരു പ്രത്യേക ഒരു ഭംഗി കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ഓരോ ഫോണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി തിരിച്ചൊക്കെ ഇട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും, റിസൾട്ട് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നിട്ട് ഓക്കെ. എന്നിട്ട് നിങ്ങളിത് ആ പതിയെ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോണ്ടുകളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന ലോഗോ എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ ലോഗോ വഴി ഇപ്പോൾ ഈ ഒരു ഫോണ്ട് വഴി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുവാണ്. എനിക്ക് എൻ്റെ ലോഗോയ്ക്ക് പറ്റിയൊരു ഫോണ്ടിന് വേണ്ടി ഞാൻ ഇങ്ങനെ തപ്പുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ലോഗോയ്ക്ക് പറ്റിയൊരു ഫോണ്ട് തപ്പി ഞാൻ നോക്കുവാണ്. അപ്പോൾ അതിൽ എനിക്കൊരു ഫോണ്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ടാബുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ടാബുകളിലായിട്ട് മാറി മാറി പോവാം. അപ്പോൾ നിങ്ങളെ ഫോണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാടുണ്ടാവും, നിങ്ങൾ ചൂസ് ചെയ്യുക ഏതാണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ താണ്ടെ ഇവിടെ ഈ ഒരു ഫോണ്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്, ഈ ഒരു ഫോണ്ട്. അപ്പോൾ ഈ eyesOpen എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിന് നേർക്കുള്ള ഇവിടെ ഉള്ളൊരു ഡൗൺലോഡ് ബട്ടൺ, അതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫോണ്ട് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സൈറ്റിൽ നിന്ന് ബാക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഫോണ്ട് നമ്മളുടെ ഫയൽ മാനേജറിൽ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിനകത്ത് കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫോൾഡ് ഇവിടെ വന്നിട്ടുണ്ട്, സിപ്പ് ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫോണിൽ എക്സ്ട്രാക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ZArchiver എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിലുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മൊബൈലിൽ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്ട്രാക്റ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റേത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്, ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മളെ ഫോണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മളിവിടെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് നേരെ നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഫോണ്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലോഗോയ്ക്ക് വേണ്ട നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ eyesOpen എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ eyesOpen ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. നിങ്ങൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങളത് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, eyesOpen എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തൊട്ട് സൈഡിലായിട്ട് ഒരു ഒരു ഐക്കൺ കാണാൻ പറ്റും, ഈ സൈഡിലായിട്ട്. അപ്പം അതിൽ ആ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേഖലയിലേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ ഫോണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ തന്നെ ആവശ്യം പോലെ ഫോൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ഇവിടെ മൈ ഫോൺസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഇവിടെ മെഗലായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഫോൾഡർ ബേസ് നിങ്ങൾക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ബേസ് ആണെങ്കിൽ ഫയലായിട്ട് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫയൽ ബേസ് ആയിട്ടുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കുക. ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ ഫോണ്ട് കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് സെലക്റ്റഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ രണ്ടാമത് കിടക്കുന്ന ഫോണ്ടാണ്. അപ്പോൾ ഞാൻ ആ ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുവാണ്. ഇവിടെ നമ്മളെ
എന്താ പറയുക നമ്മളുടെ ലോഗോയ്ക്ക് പറ്റിയ ഫോണ്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാനിതിൽ ഒരുപാട് മോഡിഫൈ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ ലോഗോയ്ക്ക് വേണ്ടിയുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ അതായത് ഇവിടെ വീണ്ടും നമ്മുടെ ഈ ഒരു ഭാഗത്ത് അല്ല എ എന്നുള്ളതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ ഒരു സ്ക്വയറുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലത്തെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ 3-4 ഓപ്ഷൻസ്, കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. കളറ്, ട്രാൻസ്പാരൻറ്റ്, ഇമേജ് സൈസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതൊന്നും അല്ല നോക്കുന്നത്, നമ്മളിവിടെ ട്രാൻസ്പാരൻ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതാ ഇവിടെ വളരെ അടിപൊളിയായിട്ട് തന്നെ അത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതങ്ങ് സേവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മോഡിഫിക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാനുള്ള ടൂൾസും ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഷേപ്പ്, സ്റ്റിക്കർ, നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത്രേ ഇവിടെ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഇവിടെ സേവ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ആസ് പ്രോജക്റ്റ് എന്നുണ്ട് കേട്ടോ. അത് സെലക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും പിന്നീട് വന്നിട്ട് നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സേവ് ആസ് ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഫോർമാറ്റ് എന്നുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർമാറ്റ് എന്നുള്ളത് PNG ആയിട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ ഡിമെൻഷൻസ് എന്നുള്ളത് അൾട്രാ ആയിട്ടും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സേവ് ടു ഗാലറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ലോഗോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഇത് ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഈ ലോഗോയുടെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ ലോഗോ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ജസ്റ്റ് അത് ഫോണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്, കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. അത് നമ്മൾ നോക്കണ്ട. അത് ആ ലോഗോയുടെ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കുക ഗൈസ്. വളരെ എന്താ പറയുക, എഡ്ജൊക്കെ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ആ ലോഗോ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ PNG ഫയലാണ്. ഇത് നമുക്ക് എവിടെ വേണോ നമുക്ക് പ്ലേസ് ചെയ്യാം. നമ്മളെ പിക്ചറിലോ എവിടെ വേണോ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ക്വിക്കായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു സീരീസായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇട്ടിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സീരീസ് ബേസ് ചെയ്തായിട്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ, ഞാൻ ഷാൻഷു, eyesOpen ഫോട്ടോഗ്രാഫി. ഓക്കെ, ബൈ.